നീ ഒന്ന് പോ അച്ചു, വെറുതെ എന്റെ വായിലിരിക്കുന്ന കേൾക്കാതെ. എന്തോ അമ്മ ഇത്? എന്തു പടി? അമ്മ ഈ ഡ്രസ് ഇട്ടുകൊണ്ടാണോ പുറത്തു പോയേ? ഞാൻ ഏത് ഡ്രസ് ഇട്ടുകൊണ്ട് പോയാലും നിങ്ങൾക്കൊക്കെ എന്തുവാ? എന്താ നാണക്കേടാ അമ്മ ഇത്? ഞാൻ എങ്ങനെ പോയാലും എനിക്ക് മാത്രമല്ലല്ലോ നാണക്കേട്. ഓ, അച്ഛനെ ഉദ്ദേശാണോ? അതിന് നല്ല ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. എത്ര എണ്ണം ഇരിക്കുന്നു ഇവിടെ? ഇരിക്കുന്നെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, നിനക്കെന്തുവാ നഷ്ടം? ഓ, അച്ഛനോട് ഏതാണ്ട് വാങ്ങി തരണമെന്ന് പറഞ്ഞു. മൈൻഡ് ചെയ്ത് കാണത്തില്ലല്ലേ? പിന്നെ വല്ലതും വാങ്ങണമെങ്കിൽ എനിക്ക് വാങ്ങിക്കൂടായോ? അച്ഛനോട് പറയാൻ എന്തുവാ? അല്ലെങ്കിൽ പറഞ്ഞിട്ട് വേണമല്ലോ. ഓ, അപ്പൊ വെഡിങ് ആനിവേഴ്സറി ആയിട്ടൊന്നും വാങ്ങി തന്നു കാണത്തില്ല അല്ലേ? നീ ഒന്ന് പോ അച്ചു, വെറുതെ എന്റെ വായിലിരിക്കുന്ന കേൾക്കാതെ. അച്ഛൻ വന്നല്ലോ. അയ്യോ, ഭയങ്കര ക്ഷീണം. ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് വിടും. ഇതായിരിക്കുന്നു, വേണേ എടുത്തുകൂടി. കലിപ്പില്ല ആണോ? എന്നാ ഒരു കാര്യം ചെയ്യും. ഇത് പിടി. ഇതെന്തുവാ? നോക്ക്. ടോപ്പോ? ഇതൂടെ. പിടിച്ചോ. ഞാനെന്നിട്ടിട്ട് വരട്ടെ. അപ്പൊ രണ്ടുപേരൂടെ നാടകം കളിക്കുമായിരുന്നല്ലേ? എന്ത് നാടകം? അച്ഛൻ പിന്നെ എങ്ങനെ ഇപ്പൊ ഈ ടോപ്പും മാലയൊക്കെ ആയിട്ട് വന്നേ? എടി, നമ്മുടെ നൂറാട്ടെ RG ബുക്ക് സ്റ്റാൻഡിൻ്റെ അപ്പുറത്തൊരു ബൊട്ടിക്ക് തുടങ്ങിയില്ലേ, അതിൻ്റെ ഉദ്ഘാടനത്തിന് പോകാൻ പറ്റിയില്ല. ഇന്നാ എനിക്ക് അവിടെ നിന്ന് കയറാൻ പറ്റിയത്. എന്നിട്ട് എന്തുവാ, കയറിയപ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണ്ടായോ? എനിക്കാണെങ്കിൽ ആ കളക്ഷനിൽ അവിടെ കണ്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. ഒടുവിൽ അവർ ഏതാണ്ടെല്ലാം കൂടെ എടുത്ത് കൈ തന്നു. ഞാൻ എൻ്റെ കാശ് കൊടുത്തിട്ട് പോയി. അത്രേ ഉള്ളൂ. അപ്പൊ എനിക്കൊന്നും വാങ്ങിച്ചില്ലേ? എടി, ഇവിടെ ഇപ്പോൾ ഒന്നെടുത്താൽ മൂന്നല്ലേ? ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇടാമല്ലോ. ഞാൻ അങ്ങനല്ലേ വാങ്ങിച്ചേ. അപ്പൊ ഇത് അമ്മയ്ക്കല്ലേ? എന്നാ തൽക്കാലം അച്ഛൻ ഈ കഥയൊന്നും അമ്മയോട് മിണ്ടണ്ട, അതാ നല്ലത്. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. കൊള്ളാം. ഇത് എവിടുന്നാ? അതൊന്നും നീ ഇപ്പോൾ അറിയണ്ട. എന്താ ഞാൻ അറിഞ്ഞാലേ? നീ ആരാ? നീ ആരാന്നോ? ഞാൻ ആരാന്ന് അറിയത്തില്ലേ? നീ ആരാ? നീ ആരാ ബൈ പാർവതി. കൊള്ളാലോ. സുറുമയെഴുതിയ മിഴികളെ